നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 115 അധ്യായം 16 വാക്യം. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യർക്ക്, മക്കൾക്ക് യഹോവയായ ദൈവം പതിച്ചു നൽകിയിരിക്കുന്ന വിളനിലമാണ് ഈ ഭൂമി. ഈ ഭൂമിയിലെ ജീവിതം ആസ്വദിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുക എന്നത് യഹോവയ്ക്ക് ഒപ്പമായിരിക്കുക എന്നതിന് അർത്ഥമാക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജനനമെന്ന 3 അക്ഷരത്തിൽ തുടങ്ങി മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന ജീവിതമെന്ന 3 അക്ഷരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും മരണാനന്തര ജീവിതം സ്വർഗത്തിൽ വെച്ച് നാം ജീവിച്ചു തീർക്കുന്നതായി ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വപ്നം കാണുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ളതാകട്ടെ ഇനിയുള്ള ദിനങ്ങൾ. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വചന സമീക്ഷയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ കാര്യങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, എന്നാൽ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വിധത്തിലുള്ള സന്ദർഭങ്ങളിലും സന്തോഷം കണ്ടെത്തുവാനും സ്നേഹവും സമാധാനവും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ പോലും ഏറ്റവും നിർണായകമായ വഴിത്തിരിവുകളിലേക്ക് നയിക്കുവാൻ അത്തരം ആ മനോഭാവത്തിന് സാധിക്കും. ഒരു മുത്തശ്ശിയുടെ കഥയിലൂടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വചന സമീക്ഷയുടെ അധ്യായം ആരംഭിക്കാം. ഒരിക്കൽ ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി ജീവിച്ചു. എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തോടെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് എപ്പോഴും പുഞ്ചിരി തൂക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മുത്തശ്ശി. ആ മുത്തശ്ശിയുടെ അയൽപ്പക്കക്കാരോടായാലും ആ നാട്ടിലുള്ള മറ്റ് പ്രിയപ്പെട്ട മക്കളോടായാലും ഏറ്റവും സ്നേഹത്തോടും വാത്സല്യത്തോടും കരുതലോടും കൂടി ജീവിക്കുന്ന ഒരു മുത്തശ്ശി. അങ്ങനെ ഇരിക്കെ മുത്തശ്ശി ഒരു യാത്ര പോകുമ്പോൾ കാടിന് നടുവിൽ നിന്നും മുത്തശ്ശി ഒരു കുടം കാണുകയാണ്. ആ കലം കണ്ട നിമിഷം തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊരു മൺകലമാണ്. സന്തോഷത്തോടു കൂടി മുത്തശ്ശി പറയുന്നുണ്ട്, ഈ കലം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതിനെ പെയിന്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് ചേർത്ത് വെള്ളമൊഴിച്ച് അതിൽ ചെടികൾ ഇട്ട് വെച്ച് എൻ്റെ വീടിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ അലങ്കാരം ഞാൻ വർദ്ധിപ്പിക്കുമെന്നുള്ളത്. എന്നാൽ അടുത്തേക്ക് ചെന്ന് ആ കലം തുറന്നു നോക്കിയപ്പോൾ മുത്തശ്ശി കാണുന്നതാകട്ടെ ഒരു കലം നിറയെ സ്വർണ്ണ നാണയം. ഇത് കണ്ട് ഏറ്റവും ആശ്ചര്യത്തോടെ മുത്തശ്ശി സന്തോഷിക്കുന്നുണ്ട്. ഇനി എൻ്റെ പ്രാരബ്ധങ്ങളെല്ലാം മാറും. എനിക്ക് ഈ കിട്ടിയ ധനത്തിൽ നിന്നും കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അയൽക്കാർക്കൊക്കെ കൊടുക്കും, അവരും സന്തോഷിക്കട്ടെ. അതിനുശേഷം നല്ലൊരു വീട് വെച്ച് വേറെ ഒരു ജോലിക്കും പോകാണ്ട് ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ തള്ളി നീക്കും. പക്ഷേ ആ കുടം എടുത്തു വെക്കാൻ മുത്തശ്ശിക്ക് സാധിക്കാത്തത് കൊണ്ട് മുത്തശ്ശി 4 മരത്തടികൾ കൊണ്ടുവന്ന് ആ കുടം വലിച്ചു കൊണ്ടുപോവുകയാണ്. കുറച്ച് നടന്നപ്പോൾ തന്നെ ക്ഷീണിച്ചു പോയ മുത്തശ്ശി വീണ്ടും ആ കുടം അരികിൽ വെച്ച് വിശ്രമത്തിനിരിക്കുമ്പോൾ ആ കുടം തുറന്നു നോക്കുമ്പോൾ മുത്തശ്ശി കാണുന്നതാകട്ടെ സ്വർണ്ണ നാണയത്തിന് പകരം വെള്ളി നാണയങ്ങൾ. ഇത് കണ്ട് മുത്തശ്ശി പെട്ടെന്ന് ഞെട്ടിയിട്ട് ചിന്തിക്കുന്നുണ്ട്, ഒരുപക്ഷെ എനിക്ക് വയസ്സായതുകൊണ്ട് സ്വർണ്ണ നാണയം ആയി തെറ്റിദ്ധരിച്ചതാകാം, ഇത് യഥാർത്ഥത്തിൽ വെള്ളി നാണയമാകാം. എങ്കിലും മുത്തശ്ശി ആ ഒരു സന്തോഷം കളയുന്നില്ല. വെള്ളി നാണയമാണെങ്കിലും ഇതെനിക്ക് വെറുതെ കിട്ടിയതല്ലേ, ഇത് ദൈവം എനിക്ക് നൽകിയതല്ലേ, അപ്പോൾ ഇത് വെച്ച് ഞാൻ സന്തോഷിക്കും. അങ്ങനെ ആ ഒരു സാഹചര്യത്തെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് നേരിടുകയാണ്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും ആ കുടത്തിലും സംഭവിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ മനോഭാവത്തിലെ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ബോബി എന്നാണ്. ബോബി, നിങ്ങൾ എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടാണോ ഇരിക്കുന്നേ? ഓക്കെ, കുഞ്ഞുമക്കളൊക്കെ ഉണ്ടോ വീട്ടില്? ഓക്കെ, അവർക്കൊക്കെ സ്കൂൾ തുറന്നല്ലോ. അവർക്ക് മൈസൂരിലാണ്, ഇവിടെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ സെറ്റിൽ ആണല്ലേ? അവിടെ ഒരാള് മൂത്ത ആള് 6-ല്, രണ്ടാമത്തെ ആള് 5-ല്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ആ മക്കൾക്ക് നല്ലൊരു അധ്യയന വർഷം ആയിരിക്കട്ടെ കേട്ടോ. അവരുടെ പേര് ആക്ഷർ ഡാനി ദേവ് ജേസ്, ആഷ്ന ഡാനി ദേവ് ജേസ്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ ഹാപ്പി അവരുടെ പേരൊക്കെ കേട്ടപ്പോ. അപ്പൊ അങ്കിൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോ അങ്കിളിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവ അശൂരിനെ എന്തിനായിട്ടാണ് ഉപയോഗിച്ചത്? ഞാൻ അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവിലെ ചെളിയെ പോലെ ചവിട്ടി കളയാനും തന്നെ. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: ജനത്തെ കൊള്ളയടിക്കുവാനും കവർച്ച ചെയ്യുവാനും
തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടി മെതിക്കുവാനും. ആ, ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ, അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ആ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഞാൻ ശമര്യയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ തന്നെ ആരോടും ചെയ്യുമെന്നാണ് പറഞ്ഞത്. യെരുശലേമിനോട് അതിന്റെ വിഗ്രഹങ്ങളോട് ചെയ്യുകയില്ലയോ? ഓക്കെ, അത് ഉറപ്പിച്ചല്ലോ. ആ, ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ആ. ഉത്തരം ഇതാണ്, യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും. അത് തന്നെ. ആ, ഓക്കെ, ശരി ഉത്തരം തന്നെയാണ്. അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്തെന്നേ ഉള്ളൂ. ആ. ഓക്കെ, അപ്പൊ അങ്കിളെ ഇന്ന് എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നേ? ഇന്നൊരു പാട്ട് പാടാ. ഓക്കെ, പാടിക്കോളൂ. വാനിലും പൂവിലും മേലായ നാമം വാനാതിവാനവനേശുവിൻ നാമം. വാനിലും പൂവിലും മേലായ നാമം വാനാതിവാനവനേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇൻപനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമ ഇൻപനാമം. എത്ര മഹാത്ഭുത യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുത യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമ ഇൻപനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമ ഇൻപനാമം. ഹലോ ഹലോ, നന്നായിട്ട് പാടിയല്ലോ. എല്ലാം ഈ അങ്കിള് വിളിക്കുമ്പോഴൊക്കെ നല്ല പാട്ടുകൾ പാടാൻ വേണ്ടി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ആ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷായിട്ടോ നല്ല പാട്ടൊക്കെ പാടിയപ്പോ. ഓരോ പ്രാവശ്യം പുതിയ പാട്ടുകൾ പാടും. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഇതുപോലെ പഠിക്കുക, ഇത് നമ്മുടെ വചന സമീക്ഷ വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്. യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും തന്റെ പ്രവൃത്തികളൊക്കെയും തീർത്ത ശേഷം അശൂർ രാജാവിനെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? അശൂർ രാജാവിന്റെ അഹങ്കാരത്തെയും അഹങ്കാരത്തിന്റെ ഫലത്തെയും അതിന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയെ സന്ദർശിക്കും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, അവന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവ മഹിമയെയും സന്ദർശിക്കും എന്നാണ് യഹോവ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. അശൂർ രാജാവ് തന്റെ നേട്ടങ്ങളെ കുറിച്ച് മുഖസ്തുതി പറയുന്നത് എന്താണ് പറയുന്നത്? ഞാൻ ജാതിയുടെ അതിരുകളെ മാറ്റുകയും ഞാൻ അവരുടെ പണ്ടാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമശാലികളെ പോലെ സിംഹാസനത്തിൽ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. ആ ഒരു തന്റെ നേട്ടങ്ങളെ കുറിച്ച് മുഖസ്തുതിയായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ മുഖസ്തുതി പറയുന്നത് എന്താണ്? അതായത് ഇതെല്ലാം ചെയ്യും, പക്ഷെ മുഖസ്തുതിയായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഒന്ന് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ക്ലിയർ ആവും. എന്റെ കൈയുടെ ശക്തി കൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ട് ഞാൻ ഇത് ചെയ്യും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതെ, അങ്കിൾ പറഞ്ഞത് ബാക്കിയൊക്കെ ശരിയാണ് വചനത്തിലുള്ളത്. പിന്നെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, നേട്ടങ്ങളെ കുറിച്ചുള്ള മുഖസ്ഥിതിയായിട്ട് പറയുന്ന ഉത്തരം ഇതാണ്. എന്റെ കൈയുടെ ശക്തി കൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു. അപ്പം 4 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയതിന് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ അങ്ങളെ. ഓക്കെ ഓക്കെ അങ്ങളെ, അപ്പൊ താങ്ക് യു. ബോബി അങ്കിളായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി ക്വസ്റ്റ്യൻസ് എല്ലാം ശരിയാക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ വചന സമീക്ഷയിൽ വിളിക്കുന്ന ഒരു പ്രേക്ഷകൻ കൂടിയാണ്. അപ്പോൾ അത്രയും സന്തോഷത്തോടു കൂടിയുള്ള ഒരു കോളിന് ഇനിയും ആ ഒരു പ്രേക്ഷക പ്രീതി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നമുക്ക് വേണം, ഇനിയും വിളിക്കുക. അപ്പം അതുപോലെ തന്നെ അങ്കിളിനും കുടുംബത്തിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ വെള്ളിനാണയം കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു വെള്ളിക്കട്ട കണ്ടിട്ട് ആ മുത്തശ്ശി ദുഃഖിക്കുകയല്ല, മറിച്ച് സന്തോഷിക്കുകയായിരുന്നു ചെയ്തത്. വീണ്ടും കുറച്ചുകൂടി മുത്തശ്ശി മുന്നിലേക്ക് പോകുന്നു. ക്ഷീണം തോന്നിയപ്പോൾ വീണ്ടും വിശ്രമിക്കുകയാണ്. അതേസമയം വീണ്ടും ആ കുടം ആകാംക്ഷ കൊണ്ട് തുറന്നു നോക്കുമ്പോൾ വെള്ളി നാണയമായിരുന്നത് വെറും ഇരുമ്പ് കട്ടയായിട്ട് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇരുമ്പ് നാണയങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്.
അപ്പൊ ഇത് കണ്ട് മുത്തശ്ശി അവിടെയും ദുഃഖിക്കാതെ അല്ലെങ്കിൽ അവിടെയും മനസ്സിന് യാതൊരുവിധ കോട്ടവും തട്ടാതെ സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഇത് ദൈവം എനിക്ക് തന്നതാണല്ലോ, ഞാൻ അധ്വാനിച്ചിട്ടുള്ളതല്ല, എനിക്ക് ദൈവം തന്നതാണ്. അപ്പോൾ ഈ ഒരു ഇരുമ്പ് കട്ടയാണെങ്കിൽ പോലും ഇത് വെച്ച് ഞാൻ സന്തോഷിക്കും എന്നുള്ള മനോഭാവത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ വീടിന് മുന്നിൽ എത്തുമ്പോൾ അത് നോക്കുമ്പോൾ ആ ഒരു ഇരുമ്പ് കഷ്ണം അല്ലെങ്കിൽ ഇരുമ്പ് നാണയങ്ങൾ ഇരുന്ന സ്ഥലത്ത് ഒരു വലിയ പാറക്കല്ലായിട്ടാണ് ഇരിക്കുന്നത്. സ്വർണ്ണ നാണയത്തിൽ നിന്നും ഒരു പ്രതീക്ഷയോടുകൂടി അത്രയും അധ്വാനിച്ച് ആ ഒരു പാവം മുത്തശ്ശി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെയും വിചാരിക്കും ഒരു പാറക്കല്ല് കാണുമ്പോൾ ഒരുപക്ഷെ ആ മുത്തശ്ശിക്ക് വിഷമമാകും എന്നുള്ളത്. പക്ഷെ അതും സന്തോഷത്തോടു കൂടി മുത്തശ്ശി എടുക്കുകയാണ്. ഞാൻ എൻ്റെ വാതിലിൻ്റെ ഒരു തട വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് അന്വേഷിക്കുകയായിരുന്നു, ഒരുപക്ഷെ ദൈവം എനിക്ക് അതിനുള്ളതായിരിക്കാം ഈ തന്ന കല്ല്. ഈ കല്ല് വെച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ വാതിൽ സംരക്ഷിക്കും, അല്ലെങ്കിൽ ഇഴജന്തുക്കൾ വീടിനകത്ത് വരാതിരിക്കാൻ ഞാനിത് തട പോലെ വെക്കും എന്ന് പറഞ്ഞ് അതും സന്തോഷത്തോടു കൂടി വീട്ടിനുള്ളിലേക്ക് മുത്തശ്ശി കൊണ്ടുപോവുകയാണ്. അപ്പോൾ മുത്തശ്ശി വന്ന വഴികളിലെല്ലാം തന്നെ പല സാഹചര്യങ്ങളും ഉണ്ടായി. മാനസികമായിട്ട് തളർത്തുന്നത്, ശാരീരിക ക്ഷമതയെ പരീക്ഷിച്ച കാര്യങ്ങൾ, അങ്ങനെ പലതും ഉണ്ടായിട്ടും മുത്തശ്ശി അതിലൊന്നും തളരാതെ എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുകയായിരുന്നു. എന്നാൽ വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ മറ്റൊരു മഹാത്ഭുതം അവിടെ സംഭവിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മുത്തശ്ശിയെ കാത്തിരിപ്പുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? കുഞ്ഞുമോൾ ഷാജി, ചങ്ങപ്പേട്ട, മീൻകുളം. ഓക്കെ, കുഞ്ഞുമോൾ ആന്റി മീൻകുളത്ത് നിന്ന് വിളിക്കുകയാണ് അല്ലെ? ചന്നപ്പേട്ട. അതെ അതെ. ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടില് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടില് ഇപ്പൊ ഞാൻ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു മോനായിരുന്നു. മോൻ അച്ഛനായി. അവര് വേറൊരു പള്ളിയിൽ അവിടെ പാട്ടുകാരി ഉണ്ടായിട്ട് അവിടെ താമസിക്കണം. അച്ഛന് 2 പിള്ളേരും, ഒരു മോനും ഒരു മോളും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഒരാള് വൈദികം കൂടിയാണല്ലേ? ഒരാളേ ഉള്ളൂ, ഒരു മോനേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അത്രയും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം കൂടെയാണ്. അതെ അതെ അതെ. ഓക്കെ ആന്റി. ഓക്കെ, അപ്പൊ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോ ആന്റി എന്തായാലും നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ, അതിനുശേഷം നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ കുഞ്ഞുമോൾ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവയെ കൂടാതെ അവർ ആരുടെ കീഴിലൊക്കെയാണ് കുനിയുകയും വീഴുകയും ഒക്കെ ചെയ്യുന്നത്? പറഞ്ഞോളൂ. തടവുകാരുടെ കീഴിലും അവന്മാരുടെ കീഴിലും. ഓക്കെ ഓക്കെ ഓക്കെ. ആന്റി പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: തടവുകാരുടെ ഹതന്മാരുടെ. ഓക്കെ അല്ലേ? തടവുകാർ. ശരി ശരി. ഓക്കെ. ഹതന്മാരുടെ, അത് ശരി തന്നെയാണ്. തടവുകാരുടെ കീഴിലും അതെ, ഹതന്മാരുടെ. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഏതു ദേശത്തിനെതിരായുള്ള യഹോവയുടെ ന്യായവിധിയാണ് യേശയ്യാവ് പറയുന്നത്? ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: അശൂർ ദേശത്തിന് എതിരായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ശരിയായപ്പോ സന്തോഷായില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ആന്റിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വചനം പറയാൻ പറ്റുമോ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. 118 കീർത്തനത്തിന്റെ 8-ാം വാക്യം. ഓക്കെ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലേ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. തീർച്ചയായിട്ടും 100% ശരിയായിട്ടുള്ള കാര്യമല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ ആന്റി, ശരി. ചോദ്യം ഇതാണ്: യഹോവയുടെ കോപത്തിന്റെ വടി ആരാണ്? യഹോവയുടെ കോപത്തിന്റെ വടി ആരാണ്? കോപത്തിന്റെ വടി അശ്രൂർ ദേശം. ഓക്കെ, അതും ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: ആ കോപത്തിന്റെ വടി അശൂർ. നല്ല സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്: യഹോവ അശൂറിനെ ആരുടെ നേരെയാണ് അയച്ചത്? യഹോവ അശൂറിനെ ആരുടെ നേരെയാണ് അയച്ചത്? നേരെ ഉറപ്പിച്ചു.
ഉറപ്പിച്ചു. അത്രയും ഉറപ്പിക്കുമ്പോ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, മ്ലേച്ഛതയുള്ള ഒരു ജനതയ്ക്ക് നേരെ. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ശരി ഉത്തരം പറഞ്ഞു. അത് യാതൊരുവിധ ഹെൽപ്പോ സപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് 4 ശരി ഉത്തരം പറഞ്ഞു. അപ്പൊ അത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ വലിയൊരു കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അപ്പൊ ആന്റി എന്തായാലും ആന്റി അങ്കിളൊക്കെ സന്തോഷമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മളും ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ. ഓക്കെ ആന്റി, അപ്പൊ താങ്ക് യു. നമ്മുടെ കുഞ്ഞുമോൾ ആന്റി ആയിരുന്നു, ചന്നപ്പേട്ടയിൽ നിന്ന്, മീൻകുളം. അവിടെ നിന്ന് കുഞ്ഞുമോൾ ആന്റി ആയിരുന്നു. ആന്റിയുടെ ഒരു കുടുംബ പശ്ചാത്തലം ഒക്കെ പറഞ്ഞു. ഒരു വൈദികൻ കൂടിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം കൂടിയാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ടും ആന്റിക്കും അങ്കിളിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങി വരാം. മുത്തശ്ശി വീടിനകത്തേക്ക് കല്ലും കൊണ്ട് കയറുകയാണ്. എന്നാൽ അതേസമയം ആ കല്ല് പെട്ടെന്ന് രൂപമാറ്റം സംഭവിച്ച് ഒരു മേഘമായിട്ട് മാറുന്നു. ആ മേഘത്തിന്, പഞ്ഞി പോലുള്ള ഒരു മേഘ കൂടിന് 2 കൈയും കാലും ഒക്കെ വരുന്നു. ഒരു ചെമ്മരിയാട് കണക്കെ അതാകുകയാണ്. അപ്പോൾ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ജീവി. പെട്ടെന്ന് അത് കണ്ട് മുത്തശ്ശി ഒന്ന് ഭയന്നെങ്കിലും മുത്തശ്ശി സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, ഞാനൊരു വളർത്തുമൃഗത്തെ ആഗ്രഹിച്ചിരുന്നു. ഇതിനെ ഞാൻ സന്തോഷത്തോടു കൂടി വളർത്തും. എനിക്ക് സമയം ചെലവഴിക്കാനും എനിക്ക് സന്തോഷിക്കുവാനും എനിക്ക് ഉല്ലസിക്കുവാനും ഒക്കെ ആയിട്ട് ഞാൻ ഈ മൃഗത്തിനെ അല്ലെങ്കിൽ ഈ ഒരു ജീവിയെ വളർത്താൻ പോവുകയാണെന്ന് സന്തോഷത്തോടു കൂടി പറയാണ്. എന്നാൽ ആ ജീവി മുത്തശ്ശിയോട് പറയുന്നു, ഞാൻ ഇത്രയൊക്കെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ മുത്തശ്ശി വന്ന വഴികളിലൊക്കെയും ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും അവസാനം എൻ്റെ വിരൂപമായ രൂപത്തെ പോലും കണ്ടുകൊണ്ട് എന്നെ പോലും മുത്തശ്ശി സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്നേഹത്തിന് ഞാൻ അർഹനല്ല. മാത്രമല്ല എനിക്ക് മുത്തശ്ശിയുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പൂമ്പാറ്റയെ പോലെ അതങ്ങ് പറന്നുപോയി. അപ്പോൾ അത് പോയ നിമിഷത്തിലും മുത്തശ്ശി പെട്ടെന്നൊന്ന് അത്ഭുതപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വന്നൊരു അനുഭവമാണല്ലോ, ഒരു അത്ഭുതമാണല്ലോ. എന്നിട്ടും മുത്തശ്ശി ദുഃഖിക്കുന്നില്ല. മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു പരീക്ഷണമായിരിക്കും. ഞാൻ ഈ സ്വർണം കാണുമ്പോഴോ വെള്ളി കാണുമ്പോഴോ ഒക്കെ പണത്തിൻ്റെ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് കണ്ണു മൂടിപ്പോകുമോ എന്നുള്ള ദൈവത്തിൻ്റെ പരീക്ഷണമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ, അപ്പോൾ ദൈവത്തിന് എന്തായാലും പ്രീതികരമായിരിക്കും. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള സന്തോഷത്തിൽ വീണ്ടും മുത്തശ്ശി വീടിനകത്തേക്ക് കയറി പോവുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുമില്ല. എന്നാൽ മുത്തശ്ശിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവിടെ പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. മുത്തശ്ശി പെട്ടെന്ന് തന്നെ തീ കായുന്നിടത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു വെള്ളിക്കഷ്ണം ഇരിക്കുന്നതായിട്ട്, വെള്ളിക്കട്ട ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം മുത്തശ്ശി ചിന്തിക്കുന്നു, ഞാൻ അവിടെ കണ്ട വെള്ളിക്കട്ടയല്ലേ ഇത്. അങ്ങനെ വീണ്ടും മുത്തശ്ശിക്ക് സന്തോഷമാകുന്നു. വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ മുത്തശ്ശി അവിടെ കണ്ടതുപോലെ ഒരു കുടം സ്വർണ്ണ നാണയം ഇരിപ്പുണ്ട്. മുത്തശ്ശി അപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇത് ഞാൻ അവിടെ കണ്ടതല്ലേ. അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി, ഇത് ഒരു പരീക്ഷണമായിരുന്നു. അഹങ്കാരമാണോ അതോ പണം കാണുമ്പോൾ കണ്ണു മൂടി പോകുമോ എന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ പരീക്ഷണമായിരുന്നു. ഇപ്പോൾ ഞാൻ അതെല്ലാം ഏറ്റവും സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തത് കൊണ്ട് ദൈവം എനിക്ക് എല്ലാം തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ചെറിയ വീട്ടിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇരുമ്പിൻ്റെയും ഒക്കെ സാന്നിധ്യം ഉണ്ടാവുകയാണ്. മുത്തശ്ശി അതിലും സന്തോഷിച്ച് എല്ലാവർക്കുമായിട്ട് അത് വീതിച്ച് നൽകുന്നു. അത് വീതിച്ച് നൽകിയതിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ കോളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഏലിയാമാൻറ്റി എവിടെ നിന്ന് വിളിക്കുന്നു? പാമ്പാടി, കോട്ടയം. ഓക്കെ, ആന്റി സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, അവിടെ മഴയൊക്കെ ഉണ്ടോ ഇപ്പോ? രാവിലെ വെയിലായിട്ടിരിക്കുന്നു. ഓക്കെ ആന്റി, ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എന്തായാലും മഴക്കാലവും സ്കൂളൊക്കെ തുറന്നതിന്റെ ഒരു ഇതിലൊക്കെ ആയിരിക്കുമല്ലോ കുറച്ച് നാളത്തേക്ക്. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കഷ്ടതയിലിരുന്ന ദേശത്തിന് എന്ത് ഉണ്ടാകുകയില്ല എന്നാണ് യേശയ്യാവ് പറഞ്ഞത്? എന്നാൽ കഷ്ടതയിലിരുന്ന ജനദേശത്തിന് തിമിരം നിൽക്കുകയില്ല. ഓക്കെ, തിമിരം. ആന്റി ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, തിമിരം എന്നുള്ള അതാണ് ആന്റി പറഞ്ഞ ഉത്തരം. അത് ശരിയാണ്. നമ്മുടെ ബൈബിളിലുള്ള ഉത്തരം ഇതാണ്, അന്ധകാരം. ഓക്കെ, വാക്കുകൾക്ക് വ്യത്യാസമുണ്ടല്ലേ? അത് വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്, എന്നാലും അർത്ഥമാക്കുന്ന ഒരു വാക്യത്തിന്റെ അർത്ഥം സെയിം ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ശരി ഉത്തരം. അപ്പൊ ആന്റി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്, പണ്ട് അവൻ നിന്ദിച്ച 2 ദേശങ്ങൾ ഏതെല്ലാമാണ്? നഫ്താലി ദേശവും ഒന്നും കൂടി
സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും മീനക വരുത്തുന്നു. ഓക്കെ, അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. ഉത്തരം ഇതാണ്, സെബുലൂൻ ദേശവും നഫ്താലി ദേശവും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്, ഇരുട്ടിൽ നടന്ന ജനം കണ്ടത് എന്തായിരുന്നു? ഇരുട്ടിൽ നടന്ന ജനം കണ്ടത് എന്തായിരുന്നു? വലിയൊരു വെളിച്ചം കണ്ടു. ഉറപ്പിച്ചു? വലിയൊരു വെളിച്ചം കണ്ടു. ഓക്കെ, പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ശരി ഉത്തരം ഇതാണ്, ഒരു വലിയ വെളിച്ചം. ഇരുട്ടിൽ നടന്ന ജനം കണ്ടത് ഒരു വലിയ വെളിച്ചം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, നാലാമത്തെ ചോദ്യം ഇതാണ്, ഏത് ദേശത്ത് പാർത്തവരുടെ മേലാണ് വെളിച്ചം പ്രകാശിച്ചത്? ഏതോ ഒരു ദേശം, ഒരു പ്രത്യേകമായിട്ടുള്ള ദേശം പറയുന്നുണ്ട്. അത് ഏത് ദേശത്തിന്റെ മേലിലാണ് വെളിച്ചം പ്രകാശിച്ചത്? അന്ധതയുള്ള പ്രകാശം ചോദിച്ചു. അന്ധതയുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ. ഓക്കെ, ആന്റി ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യത്തെ ചോദ്യം പോലെ ഇതിലും വാക്കുകളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആന്റി പറഞ്ഞത് അന്ധതയുടെ ദേശത്ത്, ഇവിടെ നമ്മുടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് മരണനിഴലിന്റെ ദേശത്ത്. അപ്പൊ എന്തായാലും ആന്റി 4 ഉത്തരങ്ങളും ശരിയായിരുന്നു. പാടുവാണെങ്കിൽ പാടാം, വചനം പറയുകയാണെങ്കിൽ വചനം പറയാം. ആന്റിക്ക് ഇഷ്ടമുള്ളത്, ആന്റിക്ക് വേണ്ടിയിട്ട് സ്പേസ് അങ്ങ് വിട്ടു തരുക. വിശ്വാസം അതിനാൽ ഹൃദയന്തു നല്ല ശ്വാസം ദുരിതങ്ങൾ നിറയുമി പൂവാസം കൃപയാ മനോഹരമായി കൃപയൊന്നൻ ആശ്രയമായി ഹല്ലേലൂയ കൃപയൊന്നൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ ഓരോ വൈരിയൻ ബലം അവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ പ്രവീരം പാടിയും ഞാൻ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രവീരം പാടിയും ഞാൻ കൃപയൊന്നൻ ആശ്രയം ഹല്ലേലൂയ കൃപയൊന്നൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ആന്റി വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്, അതും നല്ല സമയത്ത് നന്നായിട്ട് പാടി. ഇനി വാക്യം പറയണോ? ഓക്കെ ആന്റി, ഒരു വാക്യം പറഞ്ഞോളൂ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പെല്ലാം അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതല്ല അധികം ഫലം കായ്ക്കേണ്ടതിനെ വെളിപ്പാക്കുന്നു. അതും പറഞ്ഞു. അപ്പൊ ഒരു പാട്ടും പാടി വചനവും പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 1-ഉം 2-ഉം വാക്യങ്ങൾ. ഓക്കെ ആന്റി, അപ്പം റെഡി ആയിട്ട് ഇരിക്കുവായിരുന്നല്ലേ, തയ്യാറെടുത്ത്? ഓക്കെ ഓക്കെ അറിയാവുന്ന വാക്യമാണ്. ഓക്കെ, അപ്പൊ ആന്റി എന്തായാലും ഇനി വിളിക്കുമ്പോഴും ഇതുപോലെ പാട്ടും വചനവും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. നമ്മൾ വിളിക്കുമ്പോൾ ഉറപ്പായിട്ട് ആന്റിയോട് ചോദിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു ആന്റി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ ആന്റി, പ്രാർത്ഥിക്കും. അപ്പോൾ ഏലിയമ്മ ആന്റി ആയിരുന്നു കോട്ടയം പാമ്പാടിയിൽ നിന്ന് നമ്മളെ വിളിച്ചത്. ആന്റി നമുക്ക് വേണ്ടി പാട്ടുപാടി വചനം പറഞ്ഞു, ഒപ്പം തന്നെ വീട്ടിലെ ആ ഒരു പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും ഒക്കെ ഈ ഒരു കുടുംബത്തെ കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയുടെ അവസാന ഘട്ടത്തിലേക്ക് വരാം. ആ മുത്തശ്ശി തനിക്ക് കിട്ടിയ സമ്പത്തിൽ, അല്ലെങ്കിൽ തനിക്ക് ദാനമായി അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് കിട്ടിയ ഒരു സ്വത്തിൽ ഒട്ടും അഹങ്കാരമോ ആർത്തിയോ അത്യാഗ്രഹമോ കാണിക്കാതെ
തന്റെ ചുറ്റിലുമുള്ളവർക്ക്, തന്റെ നാട്ടിലുള്ളവർക്ക്, പാവങ്ങളെയൊക്കെ സഹായിച്ചുകൊണ്ട് അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം അവസാനം ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു സ്വത്ത് കൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് ഒരു ചെറിയ വീട് വെക്കുകയാണ്. അവിടെ സന്തോഷത്തോടു കൂടി ആ മുത്തശ്ശി താമസിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പല സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പോഴൊക്കെയും ഒരുപക്ഷെ നൊമ്പരത്തിൻ്റെതാകാം, വേദനയുടേതാകാം, ദേഷ്യം, അമിതമായിട്ടുള്ള ക്രോധം, ഇങ്ങനെയൊക്കെ നമ്മെ പരീക്ഷിക്കുന്ന, നമ്മുടെ വികാരങ്ങളെ പരീക്ഷിക്കുന്ന സാഹചര്യങ്ങളാകാം. അവിടെയൊക്കെ ആ ഒരു സമചിത്തത പാലിക്കുവാനും ക്ഷമയിലൂടെയും സമാധാനത്തിലൂടെയും സ്നേഹത്തിലൂടെയും എന്ത് വലിയ പ്രതിസന്ധി വന്നാലും ഒരു പുഞ്ചിരിയോടുകൂടി നേരിടുവാനുള്ള ആ ഒരു മനോബലം, മനക്കെട്ടിയൊക്കെ ആർജിച്ചെടുക്കുവാനാണ് ഈ മുത്തശ്ശി നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സന്തോഷങ്ങൾക്ക് വഴി വയ്ക്കും, അല്ലെങ്കിൽ സമാധാനത്തിന് വഴിവെക്കും. ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരികയില്ല എന്നുള്ളതല്ല, പിന്നെയോ ദുഃഖത്തിന്മേലൊരു സന്തോഷം, വെളിച്ചത്തിന്റെ വലിയൊരു പ്രകാശം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ആ മുത്തശ്ശിയെ പോലെ സന്തോഷത്തിലും സമാധാനത്തിലും കണ്ടെത്തുന്ന എല്ലാത്തിലും നന്മ കണ്ടെത്തുവാനും ഒക്കെയുള്ളതായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ചിട്ടകൾ എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രമീകരിക്കാം. വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.